പൂജാമൂലം ഗുരോർപദം മന്ത്രമൂലം ഗുരോർവാക്യം മോക്ഷമൂലം ഗുരോർകൃപാ മോക്ഷമൂലം ഗുരോർകൃപാ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭാസതാം പുരതോ മമ. ഹരി ഓം. തുടവയരഴകാ ജയ് 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 ഗണേശ, തുമ്പിക്കൈ അഴകാ ജയ് 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 ഗണേശ, തുടവയരഴകാ ഓക്കെ തുടവയരഴകാ തുടവയരഴകാ ജയ് 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 ഗണേശ, ജയ് 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 ഗണേശ, ജയ് 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 ഗണേശ, ജയ് 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 തുമ്പിക്കൈ അഴകാ തുമ്പിക്കൈ അഴകാ ജയ് 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 ഗണേശ, 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 ജയ് ജയ് ഗണേശ മഹാരാജ് കീ. കൈവർത്തിയിട്ട് വേണം. നന്ദലാല എന്നൂടെ പറയും. നന്ദലാല 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 രണ്ട് നന്ദലാലിക്ക് പറയുള്ളൂ. ഓക്കെ നന്ദലാല 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 ഏതു നന്ദലാല വേണുഗോപാല വേണുഗോപാല മുരളി മനോഹര നന്ദലാല നന്ദലാല പെട്ടെന്ന് പോയി പറയണം. നന്ദലാല നന്ദലാല ഓക്കെ നന്ദലാല ഏതു നന്ദലാല 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 ഏതു നന്ദലാല ഭജഗോപാല ഭജഗോപാല മുരളി മനോഹര നന്ദലാല 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 ഏതു നന്ദലാല 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 ഏതു നന്ദലാല ആണ് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഓരോ സാധനങ്ങളും ഉണ്ടാവരുത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ബാധിക്കരുത്. അതിനുള്ള മന്ത്രമാണ് ഇത്. മാത്രം ചൊല്ലിട്ട് കഴിക്കണം എന്ന് പറയാൻ കാരണം രണ്ടാമത്തെ ചോദ്യം എന്താണ്? നിമിത്തം അല്ലെ? നമ്മൾ കഴിക്കുന്നത് ഭക്ഷണത്തില് വീട്ടിലൊക്കെ അല്ലെ നമ്മളറിയില്ല. ഇത് അറിയാണ്ട് കഴിക്കുക, ശരീരത്തിൽ കുരുക്കിയിട്ട് നമുക്ക് അസുഖങ്ങളൊക്കെ വരിക. നമ്മള് ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മള് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഒരു മിഠായി ആവട്ടെ എന്താണെങ്കിലും നമ്മൾ എങ്ങനെ കൊടുക്കണം അറിയോ? പുഞ്ചിരിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മള് പുഞ്ചിരിച്ചുകൊണ്ട് വേണം. വിദ്യാലയം മോട്ടം എന്താണ്? അല്ലേ? നമ്മൾ പുഞ്ചിരിച്ചിട്ട് വേണം ആർക്കും എന്ത് കൊടുക്കാൻ. ആർക്കും എന്ത് കൊടുക്കുന്നുണ്ട്, മിഠായി ആവട്ടെ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് മനസ്സ് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം. ആ ഭക്ഷണം
ഉണ്ടാക്കുമ്പോ എന്താണോ ചെയ്യുന്നത് ആ ചിന്തകൾ എന്തിനു വരും? ഭക്ഷണം ഭക്ഷണത്തിൽ വരും. അത് കഴിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് എന്ത് പോകും? കാര്യങ്ങൾ ആ ചിന്തകൾ പോകും. ഇല്ലേ? നിങ്ങള് എത്ര നല്ല കുട്ടികൾ ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്? നല്ല കുട്ടികളാണ് അല്ലെ? നമ്മൾ ഒരിക്കലും ടി വി കണ്ടിട്ട് ഭക്ഷണം കഴിക്കരുത്. എന്താണോ കാണുന്നത് അതെല്ലാം ഈ അന്നത്തിലൂടെ നമ്മൾ ശരീരത്തിൽ വീഡിയോകൾ സിനിമ കാണുന്നത് നമ്മുടെ സ്വഭാവം അതുപോലെ ആവും. അപ്പൊ നമ്മൾ എന്താണോ കഴിക്കുന്നത് ആ സമയത്ത് ടി വി കണ്ടിട്ടാണ്, മൊബൈൽ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിലെന്താണോ കാണുന്നത് അതെല്ലാം നമ്മുടെ മനസ്സിൽ. ഒരിക്കലും ടി വി കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് പറ്റത്തില്ല. കഴിക്കാൻ പാടില്ല. അപ്പൊ ഒന്നാമത്തെ ദോഷം എന്താണ്? ശ്രദ്ധ. വ്യക്തി. രണ്ടാമത്തേതാ? നിമിത്തം. മൂന്നാമത്തെ ആശ്രയം. ആശ്രയം. നമ്മളൊരു കൂട്ടുകാരന്മാര് നമുക്ക് എന്തെങ്കിലും മിഠായിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു തരുമ്പോ ആ കുട്ടി അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ എന്തെങ്കിലും കണ്ണടക്കും. നിങ്ങൾക്ക് മേടിച്ചു തരുന്ന ആളുകളെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നും പറയില്ല. അതെന്താണ് സത്യത്തില്? അതെന്താ? ആശ്രയം. ആ വ്യക്തി നമുക്ക് മിഠായിയൊക്കെ വാങ്ങി തന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടായി? ആശ്രയം. മഹാഭാരതം കേട്ടിട്ടുണ്ടോ? ആ ഭീഷ്മ പിതാമഹൻ അറിയോ? ആരാ? ഭീഷ്മ പിതാമഹൻ ഉണ്ട് നമ്മുടെ മഹാഭാരതത്തില്. ആ ശരശൈലിയിൽ കിടക്കാം. ഭീഷ്മ പിതാമഹൻ ശരശൈലി കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു, എന്താണ്? രാജധർമ്മത്തെ കുറിച്ചിട്ടും പ്രജാധർമ്മത്തെ കുറിച്ചിട്ടും പോയി ചോദിക്കൂ യുധിഷ്ഠിരാന്ന് പറഞ്ഞു. ഇത് കേട്ടതും പാഞ്ചാലി അട്ടഹസിച്ചിരിക്കുകയാണ്. പാഞ്ചാലി പറഞ്ഞു, അങ്ങ് എന്താണ് ഭഗവാനെ പറയുന്നത്? ഇങ്ങനെയുള്ള ആളോടാണ് ചോദിക്കുന്നത്. അപ്പൊ ഭീഷ്മ പിതാമഹൻ ചോദിച്ചു, അല്ലേ മകളെ, എന്തിനാണ് ഇങ്ങനെ അട്ടഹസിച്ചിരിച്ചത്? അപ്പൊ പാഞ്ചാലി പറഞ്ഞു, എന്നെ കൗരവ സഭയിൽ വെച്ചിട്ട് പട്ടാഭിഷേകം ചെയ്ത സമയത്ത് അങ്ങ് കിട്ടിയില്ല. അപ്പോ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഈ കൗരവരുടെ അന്നം കഴിച്ചതുകൊണ്ട് എന്റെ ബുദ്ധി മറിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ടാണ് ഒന്നും പറയാൻ സാധിക്കാത്തത്. അതുകൊണ്ട് നമുക്ക് ആശ്രയ ദോഷം ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും ഇങ്ങനത്തെ 3 കാര്യങ്ങൾ നമ്മളിലേക്ക് ബാധിക്കാതിരിക്കാനാണ് എന്ത് ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പൊ നിത്യം ചൊല്ലോ. കല്യാണം വീട്ടിൽ പോയാലും എവിടെ പോയാലും എന്ത് വേണം? ബ്രഹ്മാർപ്പണം ചൊല്ലണം. ബ്രഹ്മാർപ്പണം